ടു ജാൻസി സ്പെഷ്യൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു മഴക്കാലക്കറിയാണ് കേട്ടോ. മഴക്കാലത്ത് നമുക്ക് കറിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഉപ്പമ്പഴങ്ങ, ഉപ്പുമാങ്ങ, അതൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്ന് ഉപ്പുമാങ്ങ കൊണ്ട് ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉപ്പുമാങ്ങയാണ് കേട്ടോ. 2 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങയുടെ നല്ല കുറുക്കം പാൽ, അധികം നീണ്ടു പോരുത്, കുറുക്കം പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി ചുമന്നുള്ളി ഞാൻ വളരെ പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം വേപ്പില, ഇത്തിരി ഉള്ളൂ, വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണയും കൂടി വേണം. ഇത്ര സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങ ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞൊന്ന് ഉടക്കണം. ഇത് നന്നായിട്ട് ഉപ്പിലായതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഞെരടിയാൽ മതി. ഇത് പക്ഷേ അത്ര ആയിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞ് തന്നെ എടുക്കുകയാണ്. അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഉടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 മാങ്ങ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. കൂടാതെ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് മാങ്ങക്ക് നല്ല ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. അത്യാവശ്യം ഒരൊഴിച്ച് കറിയും കൂടിയാണിത്. ഇത് ഇങ്ങനെയും എടുക്കാം. ചിലരിത് കടുക് പൊട്ടിച്ച് താളിച്ചൊക്കെ ഇതിൻ്റെ മുകളിലിടും. പക്ഷെ ഞാനിങ്ങനെ പച്ചനെയാണ് വെക്കണത്. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് തേങ്ങാപ്പാൽ റെഡിയാക്കേണ്ടത്. കാരണം നമ്മൾ ഇനി ഇതൊന്നും തിളപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കാൻ വേണ്ടി എടുത്തത്. അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ വേറെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണിത്. വേറെ വലിയ വർക്കൊന്നുമില്ല. ഉപ്പുമാങ്ങ ചാലിക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. ഒരു മഴക്കാലക്കറി, ഉപ്പുമാങ്ങക്കറി. ഇത് സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. സൂപ്പർ കറിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണേ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.